ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് +2 ഹിസ്റ്ററി ആണ്. അതായത് നമ്മൾ 14-ാം തീയതി നടക്കാനിരിക്കുന്ന എക്സാമിന് ചോദിക്കാവുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എസ്സേ ക്വസ്റ്റ്യൻ ആണ്. അതായത് ഒരു 6 മാർക്സ് മുതൽ 8 മാർക്സിന് വരെ ചോദിക്കാവുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇത് നിങ്ങൾ മസ്റ്റ് ആയിട്ട് നോക്കി പോകണം, പഠിച്ചിട്ട് പോകണം കേട്ടോ. അപ്പൊ ബാക്കിയുള്ളത് നോക്കണ്ട എന്നല്ല, നിങ്ങൾ പഠിക്കുന്നതിൽ ഇതെന്തായാലും ഉൾപ്പെടുത്തിയിട്ട് പഠിക്കുക. അത്രയും ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ സോഷ്യോളജിയുടെ എസ്സേ ക്വസ്റ്റിനും ബാക്കി എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് അതേപോലെ ചോദിക്കുകയും ചെയ്തു അല്ലേ. അപ്പോൾ നിങ്ങൾ എന്നെ ഇൻഫോം ചെയ്തിട്ടുണ്ടായിരുന്നു, അതിൽ ഒരുപാട് സന്തോഷം കേട്ടോ. ഓക്കെ, അപ്പോൾ എന്തായാലും ഈ ഒരു എക്സാം കഴിഞ്ഞാലും നിങ്ങൾ നമ്മളെ ഇൻഫോം ചെയ്യണം കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം അല്ലേ. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് കടക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. അനലൈസ് ദ ഫീച്ചേഴ്സ് ഓഫ് അർബനിസം ഇൻ മോഹൻജൊദാരോ. അതായത് മോഹൻജൊദാരോയിലെ നാഗരികതയുടെ സവിശേഷതകൾ വിശകലനം ചെയ്യാനാണ് കേട്ടോ. അപ്പൊ ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ എഴുതേണ്ടത് ഏതാണ്? ഡ്രെയിനേജ് സിസ്റ്റം, അതുപോലെ തന്നെ എന്താണ് അവിടുത്തെ ആർക്കിടെക്ചർ, ഓക്കെ, വാസ്തുവിദ്യ, അതുപോലെ സിറ്റാഡൽ പറയണം, ഗ്രേറ്റ് ബാത്ത് പറയണം. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ട് വേണം എന്തെഴുതാന്, ഈ ഒരു ആൻസർ ചെയ്യാൻ കേട്ടോ. ഓക്കെ ആണല്ലോ. അപ്പൊ ഈ ഫസ്റ്റ് ചാപ്റ്റർ ഒക്കെ നിങ്ങൾക്ക് വളരെ എളുപ്പമായിരിക്കും. നമ്മൾ കുറെ പ്രാവശ്യം എക്സാം എഴുതിയതാണ്, അതായത് ഓൺ എക്സാം, ക്രിസ്മസ് എക്സാം അല്ലേ. അപ്പൊ ഇതൊക്കെ കഴിഞ്ഞു മോഡൽ എക്സാം ഒക്കെ എഴുതുമ്പോഴും ഫസ്റ്റ് ചാപ്റ്റർ ഒക്കെ നമ്മൾ പഠിച്ചതാണ്. ലാസ്റ്റ് ചാപ്റ്റർ ഒക്കെ എത്തുമ്പോഴാകും നിങ്ങൾക്ക് എന്ത് കുറച്ചുകൂടെ ടഫായിട്ട് തോന്നുക അല്ലേ. അപ്പൊ അത് ആദ്യം നിങ്ങൾ പഠിച്ചു വെക്കുക കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ചാപ്റ്റർ ഒന്നും അധികം ബുദ്ധിമുട്ടുണ്ടാവില്ല. അപ്പൊ ലാസ്റ്റ് ചാപ്റ്റർ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു സജഷൻ. ഓക്കെ, അപ്പൊ എന്തായാലും നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എക്സ്പ്ലെയിൻ ദ ടൗൺ പ്ലാനിങ് ആൻഡ് ദ സബ്സിസ്റ്റൻസ് സ്ട്രാറ്റജീസ് ഓഫ് ദ ഹാരപ്പൻ പീപ്പിൾ. അതായത് നഗരാസൂത്രണവും ഹാരപ്പൻ ജനതയുടെ ഉപജീവന തന്ത്രങ്ങളും വിശദീകരിക്കുക എന്നുള്ളതാണ്. ഇതും വളരെ എളുപ്പമായിട്ടുള്ള ഒരു ചോദ്യമാണ് അല്ലെ. ഈ ഒരു ആൻസറും നിങ്ങൾക്ക് എന്താണ് നന്നായിട്ട് എഴുതാൻ കഴിയും. അപ്പോൾ ഇതൊക്കെ എഴുതുമ്പോൾ ശ്രദ്ധിക്കുക, എസ്സേ ക്വസ്റ്റ്യൻ എഴുതുമ്പോൾ നിങ്ങൾ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം ഒരു ഓർഡറിൽ എഴുതുക. ഓക്കെ, ഹിസ്റ്ററി ആണ്, ഒരു കഥ പോലെ നിങ്ങൾ പഠിച്ചാൽ മതി. ഓരോ ക്വസ്റ്റ്യൻ പഠിക്കുമ്പോഴും എന്ത് ചെയ്യാം, ഒരു കഥ അല്ലെങ്കിൽ ഒരു ഫിലിം കാണുന്നത് പോലെ നിങ്ങൾ ഇമാജിൻ ചെയ്യാം. ഓക്കെ, അപ്പൊ നിങ്ങളെ മനസ്സിൽ നന്നായിട്ട് പതിഞ്ഞു നിൽക്കും. അപ്പൊ ഇത് മറക്കില്ല. ഒരു കഥ പോലെ അത് പഠിച്ച് വെക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ എന്താണ്, നിങ്ങൾ സ്ട്രക്ചർ തെറ്റിച്ചൊന്നും എഴുതരുത് കേട്ടോ. അപ്പൊ ആദ്യം എഴുതേണ്ടത് ആദ്യം തന്നെ എഴുതുക, അതുപോലെ പാരഗ്രാഫായിട്ട് എഴുതുക എന്നുള്ളതാണ് മെയിൻ ആയിട്ട് പറയാനുള്ളത്. അതുപോലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വേർഡ്സ് ഹൈലൈറ്റ് ചെയ്ത് വെക്കുക. ഓക്കെ, നിങ്ങൾക്ക് എഴുതുമ്പോൾ തന്നെ ഒരു പെന്നായിട്ട് അണ്ടർലൈൻ ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഡു യു മീൻ ബൈ മഹാജനപദാസ്? എക്സാമിൻ ഹൗ മഗധ ബിക്കെയിം ദ മോസ്റ്റ് പവർഫുൾ എമംഗ് ദം. അതായത് നിങ്ങൾ എന്താണ് മഹാജനപദങ്ങൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? മഗധ അവയിൽ ഏറ്റവും ശക്തമായത് എങ്ങനെയെന്ന് പരിശോധിക്കുക. അപ്പൊ ഇന്ന് കാണുന്ന ബീഹാറാണ് എന്ത് മഗധ എന്നറിയപ്പെടുന്നത്. അതായത് മറ്റ് ജനപദങ്ങളെക്കാൾ കൂടുതൽ ശക്തിയും പ്രതാപവും ആർക്കാണ് ഉണ്ടായിരുന്നത്? മഗധയ്ക്കാണ്. അതിന് ചില കാരണങ്ങളുണ്ട്. അപ്പൊ അത് വിശദീകരിച്ച് എഴുതണം കേട്ടോ. അതായത് എന്താണ്, ആ പ്രദേശം എന്താണ്, ഫെർട്ടൈൽ സോയിൽ ആയിരുന്നു, ഫലഭൂയിഷ്ഠമായിരുന്നു ആ ഒരു പ്രദേശം എന്ന് പറയുന്നത്. അതുപോലെ ഇരുമ്പിന്റെ നിക്ഷേപവും എവിടെ കൂടുതലുണ്ടായിരുന്നു? മഗധയിൽ കൂടുതലുണ്ടായിരുന്നു. ഇതൊക്കെ എന്തിനു സഹായിക്കും? ആ ഒരു പ്രദേശത്തിന്റെ വളർച്ചയ്ക്ക് കാരണമാകും എന്നുള്ളതാണ് അല്ലെ. അതുപോലെ തന്നെ എന്താണ്, ഈ മേഖലയിലെ വനങ്ങളിൽ ധാരാളമായി ഉണ്ടായിരുന്ന ആനകൾ എന്താണ്, മഗധയുടെ സൈന്യത്തിൽ എന്താണ് ഉപയോഗിച്ചിരുന്നു. അപ്പൊ ഇങ്ങനെയാണ് എന്ത് മഗധ വളരുന്നത് എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പൊ അവിടെ ഉണ്ടായിരുന്ന ചുറ്റുപാടും, അതായത് ഓരോ പ്രദേശത്തിന്റെയും ചുറ്റുപാടും സാഹചര്യം എന്താണ്, ആ ഒരു പ്രദേശം അല്ലെങ്കിൽ ആ ഒരു പട്ടണത്തിന്റെ വളർച്ചയ്ക്ക് കാരണമാകും എന്നുള്ളതാണ്. ഓക്കെ, അത് വിശദീകരിച്ച് എഴുതണം. പോയിന്റ്സ് തന്നെ ആക്കിയിട്ട് എഴുതുക, പിന്നെ വിശദീകരിക്കുക. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് നോക്കാം. ഫോർത്ത് ക്വസ്റ്റ്യൻ ആണ്. എക്സ്പ്ലെയിൻ ദ ഫീച്ചേഴ്സ് ഓഫ് ആൻഷ്യന്റ് സൊസൈറ്റി ഡിസ്ക്രൈബ്ഡ് ഇൻ മഹാഭാരത. അതായത് മഹാഭാരതത്തിൽ വിവരിച്ച പുരാതന സമൂഹത്തിന്റെ സവിശേഷതകൾ വിശദീകരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ ഉൾക്കൊള്ളിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഐഡിയൽ ഫാമിലി, അതായത് കുടുംബം എങ്ങനെയാവണം എന്നുള്ളത്. അതുപോലെ പാട്രിലീനി, അതായത് പിതൃദായകാണ്. ഓക്കെ, പിന്നെ മാരേജിന്റെ റൂൾസ് ഓഫ് മാരേജ്, അതുപോലെ ദ ഗോത്ര ഓഫ് വുമൺ, അതായത് എന്താണ് സ്ത്രീകൾ വിവാഹം കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഗോത്രം മാറി എന്നുള്ള കാര്യം. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ വിശദീകരിച്ച് ഇവിടെ എഴുതണം കേട്ടോ. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ ആണ്. കിതാബുൽ ഹിന്ദ് ആൻഡ് റിഹ്ല ഗീവ്സ് അസ് ആംപിൾ ഇൻഫോർമേഷൻ റിഗാർഡിംഗ് മിഡീവൽ ഇന്ത്യൻ സൊസൈറ്റി എസ്പെഷ്യലി അബൌട്ട് ദ കാസ്റ്റ് സിസ്റ്റം ആൻഡ് സിറ്റീസ്. സബ്സ്റ്റാൻഷിയേറ്റ് ദ സ്റ്റേറ്റ്മെന്റ് എന്നുള്ളതാണ്. അതായത് കിതാബുൽ ഹിന്ദും റിഹ്ലയും മധ്യകാല ഇന്ത്യൻ സമൂഹത്തെ, പ്രത്യേകിച്ച് ജാതി വ്യവസ്ഥയെയും നഗരങ്ങളെയും കുറിച്ച് ധാരാളം വിവരങ്ങൾ നൽകുന്നു. ഈ പ്രസ്താവന സാധൂകരിക്കാനാണ്. അപ്പോൾ കിതാബുൽ ഹിന്ദ് ആരുടെയാണ്? അൽ ബെറൂണിയുടെയാണ്. അതുപോലെ റിഹ്ല ഇബൻ ബദൂത്ത. അപ്പൊ ഇവരൊക്കെ ആരായിരുന്നു? നമ്മുടെ ഇന്ത്യയിൽ വന്ന ട്രാവലേഴ്സ് ആണല്ലേ. അപ്പൊ അവരുടെ ഈ ഒരു ബുക്കിൽ എന്തൊക്കെയാണ് നമ്മുടെ ഇന്ത്യൻ സമൂഹത്തിന്റെ മധ്യകാലത്ത്
ജാതി വ്യവസ്ഥയെ പറ്റിയും നഗരങ്ങളെ പറ്റിയും അവർക്ക് എന്താ പറയാനുള്ളത് ആ കാര്യം. ഒരു കഥ പോലെ നല്ല എളുപ്പമാണ്. ഒരു ബുക്ക് നമ്മളൊരു ചെറുകഥ വായിക്കുന്ന പോലെ നിങ്ങളത് പഠിച്ചെടുക്കാം കേട്ടോ. ഓക്കെ, അപ്പൊ എന്തായാലും നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എക്സ്പ്ലെയിൻ ദ ഫീച്ചേഴ്സ് ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് ക്രോണിക്കിൾസ്. അതായത് ദിനവൃത്താന്തങ്ങളുടെ സവിശേഷതകളും പ്രാധാന്യവും വ്യക്തമാക്കാം. അതായത് അന്ന് അവരെ എഴുതി വെച്ചതുകൊണ്ടാണ് നമുക്ക് എന്ത് കിട്ടിയത്, അന്ന് അങ്ങനെയൊക്കെ ആയിരുന്നു എന്നുള്ള തെളിവ്, പ്രൂഫ് ലഭിച്ച്, എവിഡൻസ് അല്ലേ. അപ്പൊ ഇതിന്റെ പ്രാധാന്യം വിശദമാക്കി എഴുതുക കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 7th ക്വസ്റ്റ്യൻ ആണ്. ദ റിവോൾട്ട് ഓഫ് 1857 വാസ് പെർട്ടിക്കുലർലി വൈഡ് സ്പ്രെഡ് ഇൻ അവധ്. അനലൈസ് ദ റീസൺസ്. അതായത് 1857 കലാപം അവധിലാണ് പ്രത്യേകിച്ചും വ്യാപകമായത്. കാരണങ്ങൾ വിശകലനം ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ എന്താണ് ഇവിടെ എഴുതണ്ടേ? അപ്പൊ അതില് നവാബിന്റെ കാര്യം അതുപോലെ തന്നെ ബീഗം ഹസ്രത്ത് മഹലിന്റെ കാര്യമൊക്കെ വിട്ടു പോകാതെ തന്നെ എഴുതണം കേട്ടോ. അപ്പൊ എന്തായാലും നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. മഹാത്മാഗാന്ധി ട്രാൻസ്ഫോംഡ് ഇന്ത്യൻ നാഷണൽ മൂവ്മെന്റ് ഇൻ ടു എ പോപ്പുലർ മൂവ്മെന്റ്. സബ്സ്റ്റാൻഷിയേറ്റ് ദ സ്റ്റേറ്റ്മെന്റ്. അതായത് മഹാത്മാഗാന്ധി ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തെ ഒരു ജനകീയ പ്രസ്ഥാനമാക്കി മാറ്റി പ്രസ്താവന സാധൂകരിക്കുക എന്നുള്ളതാണ്. അതായത് ഇവിടെ ഇമ്പോർട്ടന്റ് ആയിട്ട് എഴുതേണ്ടത് ഗാന്ധിജി നടത്തിയ ഒരു 3 സത്യാഗ്രഹം അത് പിന്നീട് എന്താണ് ഒരു ജനകീയ പ്രസ്ഥാനമായിട്ട് മാറുകയാണ്. ദേശീയ പ്രസ്ഥാനത്തിൽ നിന്ന് ജനകീയ പ്രസ്ഥാനത്തിലോട്ട് മാറുകയാണ്. അതായത് ജനങ്ങൾ അത് ഏറ്റെടുത്ത് അതിനെതിരെ എന്താണ് പോരാടാൻ ഗാന്ധിജിയുടെ കൂടെ നിന്നു എന്നുള്ളതാണ്. ഒന്നാമതായിട്ട് എന്താണ് നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് ആണ്, നിസ്സഹകരണ പ്രസ്ഥാനം. രണ്ടാമതായിട്ട് സോൾട്ട് സത്യാഗ്രഹ, ഉപ്പ് സത്യാഗ്രഹമാണ്. മൂന്നാമതായിട്ട് ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ്. ഓക്കെ, 1942 ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് വരുന്നത് കേട്ടോ. അപ്പൊ ഈ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ എഴുതേണ്ടത്. ക്ലിയർ ആണല്ലോ? ഓക്കെ, വിശദീകരിച്ച് എഴുതണം, ഹെഡിങ് കൊടുത്ത് എഴുതും വേണം കേട്ടോ. നെക്സ്റ്റ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് 9th ക്വസ്റ്റ്യൻ കേട്ടോ. ഹൗ ഡു യു പെർസീവ് പാർട്ടീഷൻ ഓഫ് ഇന്ത്യ, വാട്ട് വേർ ഇറ്റ്സ് എഫക്ട്സ്. അതായത് ഇന്ത്യയുടെ വിഭജനത്തെ നിങ്ങൾ എങ്ങനെ കാണുന്നു, അതിന്റെ ഫലങ്ങൾ എന്തായിരുന്നു. ഇത് സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ +2 പൊളിറ്റിക്കൽ സയൻസ് ഫസ്റ്റ് ചാപ്റ്റർ അറിയുമെങ്കിൽ ഇത് എളുപ്പത്തിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, എഴുതാൻ പറ്റും. അതായത് അവിടെ നിങ്ങൾ കോൺസിക്വൻസസ് ഓഫ് പാർട്ടീഷൻ പഠിക്കുന്നുണ്ട് അല്ലെ, അനന്തര ഫലങ്ങൾ, അത് ഇവിടെ എഴുതിയാൽ മതി കേട്ടോ. അപ്പൊ എന്താണ് എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഇതെന്തായിരുന്നു, ചരിത്രത്തിലെ വലിയൊരു കുടിയേറ്റായിരുന്നു, ഡിസ്പ്ലേസിംഗ് ആയിരുന്നു. 80 ലക്ഷത്തോളം വരുന്ന ആളുകൾ എന്താണ് വിഭജിക്കപ്പെട്ടു എന്നുള്ളത്. മതത്തിന്റെ പേരിൽ 10 ലക്ഷത്തോളം ആളുകൾ കൊല ചെയ്യപ്പെട്ടു. അതായത് യാത്രക്കിടയിൽ അവർക്ക് എന്താണ് കുട്ടികൾ അമ്മയിൽ നിന്ന് പാരന്റ്സിൽ നിന്ന് വേർപെട്ടു. അതുപോലെ തന്നെ എന്താണ് വഴിയിൽ അവർക്ക് എന്തൊക്കെ ഫേസ് ചെയ്യേണ്ടി വന്നു, പലതരത്തിലുള്ള പീഡനങ്ങൾ സഹിക്കേണ്ടി വന്നു. അതുപോലെ തന്നെ പാർട്ടീഷൻ എന്ന് പറയുന്നത് ജനങ്ങളുടെ പാർട്ടീഷൻ മാത്രമായിരുന്നില്ല, നമ്മുടെ പ്രോപ്പർട്ടീസ് വരെ പാർട്ടീഷൻ ചെയ്തു, വിഭജിക്കപ്പെട്ടു എന്നുള്ളതാണ്. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചിട്ട് ഈ ഒരു ആൻസറും നിങ്ങൾ ചെയ്യാം. ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ നമുക്ക് പറയാനുള്ള ഷുവർ ആയിട്ടുള്ള എസ്സേ ക്വസ്റ്റ്യൻസ്. അപ്പൊ എന്തായാലും നിങ്ങൾ നന്നായിട്ട് പഠിക്കുക. എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ കമന്റിലൂടെ ചോദിക്കാം നിങ്ങൾക്ക്. അതുപോലെ തന്നെ നമ്മൾ ഇനി 3 മാർക്സ് മുതൽ 5 മാർക്സ് വരെയുള്ള ക്വസ്റ്റ്യൻസിന്റെ വീഡിയോ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇത് കുറച്ച് സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്ന തരത്തിൽ തന്നെ പറഞ്ഞു പോയിരിക്കുകയാണ്. ഇനി കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് പറയണമെങ്കിൽ നെക്സ്റ്റ് വീഡിയോ മുതൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതായിരിക്കും. അപ്പോൾ കൂടുതൽ ലെങ്ത് വരുമ്പോൾ കുറേ പേര് കംപ്ലൈന്റ് പറയുന്നുണ്ട്, അതുകൊണ്ടാണ് വീഡിയോ ഇങ്ങനെ സിമ്പിളാക്കി ചെയ്തത്. അപ്പോൾ ഇനി ഡീറ്റെയിൽ ആയിട്ട് വേണമെങ്കിൽ നിങ്ങൾ അങ്ങനെ പറയുക കേട്ടോ. അപ്പോൾ എന്തായാലും ആൻസർ എന്തായാലും ടൈപ്പ് ചെയ്യൽ കുറച്ച് ഇപ്പോൾ പോസിബിൾ അല്ല, ടൈം ഇല്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ എന്തായാലും പറഞ്ഞു പോകണമെങ്കിൽ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു പോവാം എന്നുള്ളതാണ്. ഓക്കെ, എന്തായാലും നന്നായിട്ട് നിങ്ങൾ പഠിക്കുക. എന്തായാലും നമുക്ക് ഈ ഒരു എക്സാമും അടിപൊളിയാക്കാൻ പറ്റും എന്നുള്ളത് ഷുവറാണ് കേട്ടോ. അപ്പം എന്തായാലും ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. വീഡിയോ ഇവിടെ നിർത്തുകയാണ് കേട്ടോ.